ഇപ്പോഴായാലും രാവിലെ നല്ല തണുപ്പും നല്ല മഞ്ഞൊക്കെ ആയതുകൊണ്ട് രാവിലെ കൊണ്ട് എണീച്ച് വരാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഇന്ന് ഞാൻ ഈ ഇഡ്ഡലിക്ക് മാവ് അരച്ച് വെച്ചിനെ നല്ലോണം പൊന്തി ഇങ്ങനെ തൂത്ത് വന്നീന് കേട്ടോ. കാരണം എനിക്ക് ഇൻ്റെത് ഇപ്പോഴായാലും കുറച്ചിങ്ങനെ പൊന്തല്ല, കുറച്ച് പൊന്തും ആദ്യമൊക്കെ എൻ്റെ ഇങ്ങനെ പൊന്ത തൂക്കലുണ്ടായിനും. ഇപ്പോഴായാലും എൻ്റെ പൊന്തും പക്ഷേങ്കിൽ നല്ലോണം കൊണ്ട് പൊന്തി വന്ന് ഇതാവല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നല്ലോണം പൊന്തി വന്ന് റെഡി ആയിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം ഞാൻ കുറച്ച് മാത്രം ഉപ്പിട്ട് എടുത്ത് വെച്ചുള്ളൂ കേട്ടോ. ബാക്കി ഞാനവിടെ എടുത്ത് വെച്ച് ആവശ്യത്തിനുള്ളത് മാത്രം ഇപ്പം എടുത്ത് വെച്ചിട്ട്, സാധാരണ ഞങ്ങൾ രാവിലെ എണീച്ച് വന്നേ കൂടെ ചോറാണ് കേട്ടോ അടുപ്പത്തേക്ക് വെക്കൽ. കാരണം ഇവിടെ സ്കൂളിൽ പോകുന്ന ആൾക്കാരൊക്കെ കൊണ്ട് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ പോകാനാകുമ്പോഴേക്കിനും ആവണം. അപ്പോൾ രാവിലെ തന്നെ ചോറാണ് വെക്കൽ. ചോറ് വെച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് അടുപ്പത്തേക്ക് വെക്കൽ കേട്ടോ. അപ്പോൾ ഇന്ന് ഇഡ്ഡലി ആയതുകൊണ്ട് തന്നെ എന്തായാലും ഓള് പറയും ഓക്കെ ഇഡ്ഡലി മതി ലഞ്ചിന്. അപ്പോൾ ഇന്ന് ചോറ് വെച്ചില്ല, ഓക്ക് ലഞ്ചിന് കൊടുത്തേക്കാനോട് കൂടി ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്. ഇഡ്ഡലിയും സാമ്പാറുമാണ് ഉണ്ടാക്കുന്നത്. സാമ്പാറാവുമ്പം രാവിലത്തേക്കും അങ്ങാകും ഉച്ചക്കത്തേക്കും ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇഡ്ഡലിൻ്റെ കൂടെ സാമ്പാറാണ് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ഞങ്ങൾ ചട്ടിനിയും ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഇഡ്ഡലിയൊക്കെ ഇവിടെ റെഡിയായി, സാമ്പാറൊക്കെ റെഡി ആയിട്ടോ. ഇനി ഇതാ ചായ കുടിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വിശേഷം ഇത്രേ ഉള്ളൂ കേട്ടോ.